മഹാനും ഭയങ്കരനുമായ നമ്മുടെ ത്രിയേക ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ധനവും ജ്ഞാനവും മാനവും എല്ലാം അർപ്പിക്കുന്നു. നമ്മുടെ ദൈവം മാത്രമാണ് അതിന് യോഗ്യൻ എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവത്തിൻ്റെ ജനത്തിനും ക്രിസ്തുയേശുവിലുള്ള വന്ദനങ്ങൾ. ഇതിനുശേഷം ഞങ്ങളെ കാണുന്നവരും കേൾക്കുന്നവരുമായവരെയും ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു. ദൈവസന്നിധിയിൽ നമ്മൾ കഴിക്കുന്ന സമയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയമെന്ന് നമുക്കറിയാം. ദൈവത്തിനായി ചെയ്യുന്ന കാര്യങ്ങളാണ് നിലനിൽക്കുന്നതെന്നും നാം അറിയുന്നു. ആകയാൽ നശ്വരമായ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം കൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി കരുതുവാൻ ദൈവം നമുക്കേവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസ പ്രതികൂലങ്ങളിലും വേർപാടിൻ്റെയും മറ്റ് ദുഃഖങ്ങളുടെയുമൊക്കെ നടുവിലും നമുക്ക് പ്രത്യാശയും ധൈര്യവും സന്തോഷവും പകരുന്നതുമായ ഭാഗങ്ങളാണ്. രണ്ട് രീതികളിൽ, ഒന്ന് നമ്മുടെ കർത്താവിൻ്റെ നിസ്തുലതയെ, നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതര ദുഃഖങ്ങൾ നമുക്ക് മറക്കുവാൻ സാധിക്കും. രണ്ടാമത്, ഇത്ര മഹാനായ ദൈവം നമ്മെ കരുതിയ കരുതലും സ്നേഹിച്ച സ്നേഹവും നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതും ഇപ്പോഴത്തെ നമ്മുടെ നഷ്ടങ്ങളെയും കഷ്ടങ്ങളെയും മറക്കുവാനും സന്തോഷിക്കുവാനും നമ്മെ സഹായിക്കുന്നതാണ്. മനസ്സിലായോ? This life is full of sorrows, uncertainties, many disappointments, loss. But even in the midst of all these issues, we can be boosted up, motivated, inspired, encouraged, and we can be very much joyful because of two reasons as per Hebrews chapter 2. One, because of the majesty of our God. When we understand the uniqueness of our Master, that will empower us a lot, even in the midst of all the losses and persecutions, loneliness, and so on. That is the first reason. And second reason, this glorious Lord God has adopted us into his family, and therefore we are now beloved of the Father. We are now his beloved children. Christ has accepted us as his own brothers. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിലും ധൈര്യപ്പെടുത്തുന്നതാണ്, ശക്തിപ്പെടുത്തുന്നതാണ്. നമുക്ക് ഇത്ര മഹാനായ ഒരു ദൈവമുണ്ട്. സ്തോത്രം. അവൻ ഏകനാണ്. നമ്മുടെ കർത്താവിനെ പോലെ മറ്റൊരാൾ ഇല്ല.
സ്തോത്രം. രണ്ട്, ഈ കർത്താവ് നമ്മെ, ഇത്ര മഹത്വപൂർണനായ ദൈവം നമ്മെ തൻ്റെ സ്വന്തമായി, മക്കളായി, സ്തോത്രം, വാത്സല്യ മക്കളായി സ്വീകരിച്ചിരിക്കുന്നു. നമ്മെ രക്ഷിപ്പാൻ തൻ്റെ പുത്രനെ അയച്ചു. കർത്താവ് നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചു, നമ്മെ രക്ഷിച്ചു, വിടുവിച്ചു, വീണ്ടെടുത്തു. നമ്മെ തൻ്റെ സഹോദരങ്ങൾ എന്ന് വിളിക്കുന്നതിന് ലജ്ജിക്കുന്നില്ല. ഇതെല്ലാം നമുക്ക് വളരെ സന്തോഷം പകരുന്ന കാര്യമാണ്. എബ്രായ ക്രിസ്ത്യാനികൾ പീഡകളിലൂടെ കടന്നു പോവുകയായിരുന്നെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സ്തോത്രം. അങ്ങനെ ആ പീഡകളിലൂടെ കടന്നു പോകുന്ന ആ ജനത്തിന് ഈ വാർത്തയൊക്കെ ഭയങ്കര സന്തോഷം പകരുന്നതായിരുന്നു. അവരെ ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്തുവാൻ പര്യാപ്തമായതായിരുന്നു. സ്തോത്രം. അവർക്കും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായി, എക്സ്കമ്മ്യൂണിക്കേഷൻ ഫ്രം ദ സൊസൈറ്റി. അവർ സമൂഹ ഭ്രഷ്ടരാക്കപ്പെട്ടു, ശാരീരിക പീഡനങ്ങൾ അവരേറ്റു, ഒക്കെ അവർ സഹിച്ചു. പക്ഷേ ഈ എബ്രായ ലേഖകന്റെ എഴുത്തിലൂടെ അവർക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. The faith we hold is worth all these losses and persecutions. Praise God. അവർക്കൊരു കാര്യം മനസ്സിലായി, ഇതെല്ലാം ഞങ്ങൾക്കുണ്ടെങ്കിലും ഇതിനേക്കാൾ വിലയേറിയ മൂല്യമുള്ള ഒരു വിശ്വാസമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്, ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. സ്തോത്രം. എപ്പോഴും ഓർക്കണം, the worth of our faith. സ്തോത്രം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ മൂല്യം. കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയുടെ ശ്രേഷ്ഠത. സ്തോത്രം. ഇതെല്ലാം സഹിക്കാൻ, ഇത്രയധികം വില കൊടുക്കാൻ യോഗ്യമായതാണ് നമ്മുടെ വിശ്വാസം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരൻ ഊബർ ടാക്സി ഓടിക്കുന്നുണ്ട്. ഒരു ദിവസം രാത്രി അദ്ദേഹം കൂടുതലും എയർപോർട്ടിലേക്കുള്ള യാത്രകളാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് അതിലാണ് കൂടുതൽ ലാഭം, അതുകൊണ്ട് ആവോളം എയർപോർട്ട് ട്രിപ്സ് എടുക്കാറുള്ളൂ. അങ്ങനെ കഴിഞ്ഞ ഒരു ദിവസം രാത്രിയിൽ, ലേറ്റ് നൈറ്റ്, wee hours, റോഡൊക്കെ കാലിയായിട്ട് കിടക്കുന്ന ഒരു സമയം, അദ്ദേഹത്തിനൊരു എയർപോർട്ട് ട്രിപ്പ് കിട്ടി. വളരെ ചുരുങ്ങിയ സമയമുള്ളൂ എയർപോർട്ടിലെത്താൻ. ഈ യാത്ര ചെയ്യുന്നയാള് പല സ്ഥലങ്ങളിലേക്ക് കണക്റ്റഡ് ഫ്ലൈറ്റുകളിൽ, ബിസിനസ് പർപ്പസിലായിരിക്കും, പല സ്ഥലങ്ങളിലേക്ക് കണക്റ്റഡ് ഫ്ലൈറ്റുകളിൽ പോകേണ്ടയാളാണ്. വളരെ ചുരുക്ക സമയമുള്ളൂ. സാധാരണ വേഗതയിൽ പോയാൽ അദ്ദേഹം അവിടെ എത്തത്തില്ല. ഈ ഒരു ഫ്ലൈറ്റ് മിസ്സായാൽ ബാക്കിയുള്ള കണക്റ്റഡ് ഫ്ലൈറ്റ്സ് എല്ലാം അദ്ദേഹത്തിൻ്റെത് നഷ്ടമാവും. ഇനി വേറൊരു ടിക്കറ്റ് എടുക്കണമെങ്കിലും വലിയ തുക കൊടുക്കേണ്ടി വരും. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി ഈ യാത്രക്കാരൻ നമ്മുടെ ഈ സഹോദരനോട് പറഞ്ഞു, നിങ്ങൾ വണ്ടി ഒന്ന് വേഗം വിട്. അദ്ദേഹം പറഞ്ഞു, 80ക്ക് മുകളിൽ പോകാൻ നിയമമില്ല, പലയിടത്തും ക്യാമറാസ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എത്രയും സ്പീഡിൽ വിടാമെങ്കിൽ വിട്ടോ, വഴിയിൽ
ട്രാഫിക് ഫൈൻ മുഴുവനും ഞാൻ തന്നേക്കാം. അദ്ദേഹം ഒരു സ്ഥലത്തെ എനിക്ക് തോന്നുന്നു 2000 രൂപ എങ്ങണ്ട ഓവർ സ്പീഡിന് തന്നേക്കാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ 2000 രൂപ ട്രാഫിക് ലംഘനത്തിന് വേണ്ടി തന്നാലും എനിക്കത് നഷ്ടമല്ല. അതിനേക്കാൾ വലിയൊരു നേട്ടം എനിക്കിത് നിമിത്തം കിട്ടാനുണ്ട്. എൻ്റെ ഈ ഫ്ലൈറ്റ് മിസ്സായാൽ ഇത്രായിരം രൂപ എനിക്ക് നഷ്ടമാണ്. അത് വെച്ച് നോക്കിയാൽ 2000 എനിക്ക് നഷ്ടമല്ല. പറഞ്ഞത് മനസ്സിലായോ? ഇതുപോലെ നാം ഇന്ന് സഹിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി കൊടുക്കുന്ന വില നമുക്ക് ലഭിക്കാനുള്ളതുമായും നാം പ്രാപിച്ചതുമായും തട്ടിച്ചു നോക്കിയാൽ ഒന്നുമില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവും. സ്തോത്രം. അപ്പോൾ കൂടുതൽ വില നൽകാനും നാം തയ്യാറാകും. പരാതികൾ നമുക്ക് കാണുകയില്ല. സ്തോത്രം. അതാണ് ഇവിടെ എബ്രായ ലേഖന കർത്താവ് 2-ാമത്തെ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത്. നമുക്കും അത് തിരിച്ചറിയാൻ ഉൾക്കണ്ണുകൾക്ക് പ്രകാശം ലഭിച്ചതിനാൽ അവിടത്തേക്ക് സ്തോത്രം വാഴ്വുകൾ. ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ല എന്ന് കരുതട്ടെ. പതിമൂന്നാമത്തെ വാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാം. നമ്മൾ അവിടെ നിന്നും യാത്രയാവുകയാണ് 14-ലേക്ക്. 13, 2:13. ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. സ്തോത്രം. നമ്മൾ കണ്ടു കഴിഞ്ഞു പഴയ നിയമത്തിൽ നിന്നുള്ള 3 ഉദ്ധരണികൾ. സങ്കീർത്തനം 22 നിന്നും യെശയ്യാവ് 18-ാമത്തെ അധ്യായത്തിൽ നിന്നും. സ്തോത്രം. അവിടങ്ങളിൽ നാം കണ്ടുകൊണ്ടിരുന്നത് 8-ാം അധ്യായത്തിൽ നിന്നും, പ്രത്യേകിച്ച് 8-ാം അധ്യായത്തിന്റെ എബ്രായ ബൈബിളിൽ നിന്നല്ല, എബ്രായ ബൈബിളിന്റെ ഗ്രീക്ക് തർജ്ജമയിൽ നിന്നുള്ള നേരിട്ട ഉദ്ധരണികളാണത്. അപ്പം 8-ന്റെ 17-ഉം 18-ഉം സങ്കീർത്തനം 22-ലും നിന്നുള്ള 3 ഉദ്ധരണികൾ. അതിൽ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൽ കർത്താവ് പറയുന്ന കാര്യം 13-ാം വാക്യത്തിൽ പിതാവിങ്കലുള്ള യേശുവിൻ്റെ ആശ്രയം. 2, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. എ ഹോളിസ്റ്റിക് കമ്മിറ്റ്മെന്റ്. നമ്മൾ നേരത്തെ 2 കൊരിന്ത്യർ 8-ാം അധ്യായം 5-ാം വാക്യത്തിൽ നിന്നും മക്കദോന്യ സഭകളുടെ സമർപ്പണത്തെക്കുറിച്ച് പഠിച്ചതുപോലെ ഇവിടെയുമുണ്ട്. ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഹിയർ ആം ഐ ഗാഡ് വിത്ത് എവ്രിതിങ് യു ഹാവ് ഗ്രാന്റഡ് മീ. ദൈവം എനിക്ക് തന്ന സകലവുമായി ഇതാ ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന ഒരു കമ്മിറ്റ്മെന്റ്, ഒരു സമർപ്പണമാണ് അവിടെ. മക്കദോന്യ സഭകളിൽ ചെയ്തത് ഓർമ്മയുണ്ടല്ലോ. അവർ ആദ്യം തങ്ങളെ തന്നെ ദൈവത്തിന് കൊടുത്തു.
പിന്നെ ദൈവേഷ്ടപ്രകാരം അപ്പോസ്തലന്മാർക്കും ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. അപ്പം സമ്പൂർണമായ സമർപ്പണം, പിതാവായ ദൈവത്തിന് തന്നെ തന്നെ വിധേയപ്പെടുത്തുന്ന പുത്രനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. സകലത്തിനും പിതാവിൽ ആശ്രയിക്കുന്ന പുത്രൻ, സകലത്തിലും പിതാവിനെ അനുസരിക്കുന്ന പുത്രൻ, സകലത്തിലും പിതാവിന് അധീനപ്പെട്ടിരിക്കുന്ന പുത്രൻ. സ്തോത്രം. ആശ്രയിക്കുന്നവൻ, അനുസരിക്കുന്നവൻ, അധീനനായിരിക്കുന്നവൻ. As the Son, Christ is fully trusting in the Father, obeying the Father, and giving himself or loyalty to the Father, yielding himself, committing himself along with all the things. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിന്റെ അനുസരണത്തിനും ആശ്രയത്തിനും പ്രതിഫലമായിട്ട് എന്താ കൊടുത്തത്? രണ്ട് കാര്യങ്ങളെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. Here in this portion, the Holy Spirit through the apostle is mentioning two major rewards to the Son because of his utter obedience to the Father. പിതാവിനോടുള്ള സമ്പൂർണ്ണ വിധേയത്വം നിമിത്തം, അനുസരണം നിമിത്തം, ആശ്രയം നിമിത്തം പുത്രന് പിതാവ് നൽകിയ ഏറ്റവും വലിയ രണ്ട് പ്രതിഫലങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാം. ഒന്ന്, മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് എന്താ Himself മനസ്സിലായത്? and the children. Sorry. Himself and the children. Yes, okay. Then ഒൻപതാം വാക്യത്തിൽ നമ്മൾ കണ്ടു. Glory and honor. യെസ്, ഒന്നാമത് ഗ്ലോറി ആൻഡ് ഓണർ, മഹത്വവും ബഹുമാനവും കർത്താവിനെ അണിയിച്ചു. രണ്ടാമത്തേതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്, ഗിഫ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ, സന്തതികളെ നൽകി. സ്തോത്രം. സന്തതികളെ നൽകി. നമ്മൾ അത് തന്നെയാണ് മുമ്പും പഠിച്ചിട്ടുണ്ട്. എബ്രായർ 12-ന്റെ 2-3 വാക്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ 1 മുതൽക്കുള്ള വാക്യങ്ങളിൽ നിന്ന്, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് ക്രൂശിന്റെ അപമാനത്തെ അലക്ഷ്യമാക്കി. മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം യേശുക്രിസ്തുവിന് പിതാവ് നൽകിയ, ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന് നൽകിയ, ദൈവത്വം അനാദി മുതലേ ഉള്ളതാണല്ലോ, അത് നമ്മൾ പഠിച്ചതാണ്. ഇത് തൻ്റെ മനുഷ്യത്വത്തിലാണ്. യേശുവിന്റെ മനുഷ്യത്വത്തിൽ പിതാവ് നൽകിയ ബഹുമാനത്തെയും മഹത്വത്തെയും അതിനേക്കാൾ യേശുക്രിസ്തുവിന് സന്തോഷം വരുന്നത് നൽകപ്പെട്ട മക്കൾ. സ്തോത്രം. അനേകം സഹോദരന്മാരെ
അല്ലെങ്കിൽ പിതാവായ ദൈവം 10-ാമത്തെ വാക്യത്തിൽ കണ്ടു, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. ആ പുത്രന്മാരെ പിതാവ് ക്രിസ്തുവിന് ദാനമായി നൽകിയതാണെന്ന് നാം ഈ ഭാഗത്ത് നിന്നും കാണുന്നു. സ്തോത്രം. അതുകൊണ്ട് യേശു കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുന്ന 1-2 വിളികളുണ്ട്. ഹൗ ജീസസ് അഡ്രസ്ഡ് ഹിസ് ഡിസൈപ്പിൾസ്. ഒന്ന് നമ്മൾ കണ്ടു, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം എൻ്റെ സഹോദരന്മാരെന്ന് ശിഷ്യന്മാരെ സംബോധന ചെയ്തത് യോഹന്നാൻ 20-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ നമ്മൾ 13-ാം വാക്യത്തിൽ നിന്ന് ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന നിലയിൽ യേശുക്രിസ്തു വിശ്വാസികളുടെ പിതാവ് എന്ന നിലയിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. നോക്കിക്കാട്ടെ, 13-ാമത്തെ അധ്യായം യോഹന്നാൻ, അതിന്റെ 33-ാമത്തെ വാക്യം. 13:33 ജോൺ. കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞു എന്ന് മാത്രം നിങ്ങളോട് കൂടെ മതി ഇരിക്കും. മതി. യേശുക്രിസ്തുവിന്റെ ഏകദേശമൊക്കെ ഡബിൾ പ്രായം കാണാൻ അസാധ്യത പത്രോസിനും യാക്കോബിനും ഒക്കെ. ഏതായാലും യേശുവിനേക്കാൾ മൂത്തതാണ് അവർ. അവരുൾപ്പെടുന്ന ശിഷ്യ സമൂഹത്തെ കർത്താവ് ഇവിടെ വിളിക്കുന്ന കേട്ടോ, കുഞ്ഞുങ്ങളെ. 21-ന്റെ 5-ാമത്തെ വാക്യവും നമുക്ക് മനഃപാഠമാണ്. 21:5 ജോൺ. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? കണ്ടോ, കുഞ്ഞുങ്ങളെ. വേണമെങ്കിൽ പത്രോസിനെങ്കിലും തിരിച്ചു ചോദിക്കാം, എന്തൊരു വിളിയാണിത്, കുഞ്ഞുങ്ങളെ. അത് യേശുക്രിസ്തുവിന്റെ മാനുഷിക പ്രായം വെച്ചുകൊണ്ടുള്ള വിളിയല്ല. 8-ാമത്തെ അധ്യായത്തിൽ യോഹന്നാനിൽ നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാ. യഹൂദന്മാരുമായിട്ട് സംവദിക്കുമ്പോൾ അബ്രഹാം എൻ്റെ ദിവസം കാണുവാൻ ആഗ്രഹിച്ചു, കണ്ടു, തൃപ്തി അടഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പം അവര് പറഞ്ഞു, നീ എന്തായി പറയുന്നേ? 50 വയസ്സ് പോലും ഇല്ല നിനക്ക്, അബ്രഹാം നിന്റെ ദിവസം കണ്ടെന്നോ? ശരിയാ, മാനുഷിക ജനനവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. പക്ഷേ സ്തോത്രം, ഈയൊരു പൊടികൊണ്ടുണ്ടാക്കപ്പെട്ട ശരീരത്തിനകത്ത് പൊതിഞ്ഞു വച്ചിരിക്കുന്ന ദൈവത്വത്തിന്റെ അനാദി അല്ലെങ്കിൽ സനാതനത്വം തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോയി. John 8 last verses there, Jews argued with Jesus and they said, you are not even 50 years old. Then how did Abraham see your day? Because they could not see the eternal Son of God, the everlasting Father hidden within the body made up of dust, or we can say the clay. ഈ ഭൂമിയിലെ പൊടി കൊണ്ട്, ഇനിയല്ല കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട ശരീരത്തിനകത്ത് പരിമിതപ്പെടുത്തി വെച്ചിരുന്ന യേശുക്രിസ്തുവിന്റെ സനാതനത്വത്തെ തിരിച്ചറിയാൻ ആ യഹൂദന്മാർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ ചോദിച്ചത്, നിനക്ക് 50 വയസ്സ് പോലും ഇതുവരെ ആയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനാ
നീ അബ്രഹാമിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവർക്ക് മനസ്സിലായില്ല. പക്ഷെ ശിഷ്യന്മാര് കുഞ്ഞുങ്ങളെ എന്നൊക്കെ വിളിച്ചിട്ടും ഒന്നും പ്രതികരിച്ച് കണ്ടില്ല. പത്രോസിന്റെ സ്വഭാവത്തിന് പ്രതികരിക്കേണ്ടതാ. പക്ഷേ പ്രതികരിക്കാഞ്ഞത് കൊണ്ട് അവർക്ക് ഏതാണ്ടൊക്കെ കാര്യം മനസ്സിലായോ എന്ന് നമുക്ക് സംശയിക്കാം. സ്തോത്രം. കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളെ, സ്തോത്രം. അപ്പം ഈ വിശുദ്ധന്മാരെ യേശുക്രിസ്തുവിലൂടെ ദൈവമക്കളായി തീർന്നിട്ടുള്ളവരെ, സ്തോത്രം, പിതാവ് പുത്രന് നൽകിയിരിക്കുന്നു. അതാണ് നാം അവിടെ കാണുന്നത്. നമ്മൾ യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് ഇന്നലെ വായിക്കുകയുണ്ടായല്ലോ. സ്തോത്രം. നീ എനിക്ക് തന്നിട്ടുള്ളവരെ, അല്ലെങ്കിൽ പിതാവ് പുത്രന് കൊടുത്തിട്ടുള്ളവരാരും നശിച്ചു പോകാതെ ഒടുക്കത്തെ നാളിൽ അവരെ എഴുന്നേൽപ്പിക്കും, അല്ലെങ്കിൽ ഉയർപ്പിക്കും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ഇന്നലെ യോഹന്നാൻ 6-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ നിന്നും കണ്ടു. യോഹന്നാൻ 17-ൽ നിന്നും നമ്മളൊരു വാക്യം വായിച്ചിരുന്നു. ഒന്നും കൂടെ ഒന്ന് വായിക്കാം. 17-ാമത്തെ അധ്യായം, അതിൻ്റെ 6-ാമത്തെ വാക്യം. ജോൺ 17:6. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു. നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. അടുത്ത വാക്യവും കൂടെ 7. നീ എനിക്ക് തന്നത് എല്ലാം നിന്റെ പക്കൽ നിന്ന് ആകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. അടുത്ത 2 വാക്യങ്ങൾ കൂടെ വായിച്ചോളൂ. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിനു വേണ്ടി അല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. 10-ാം വാക്യവും കൂടെ. എന്റേത് എല്ലാം നിന്റേതും നിന്റേത് എന്റേതും ആകുന്നു. ഞാൻ അവരിൽ മഹത്വപ്പെട്ടും ഇരിക്കും. സ്തോത്രം. ഈ വാക്യങ്ങൾ മുഴുവനും, നമ്മളിപ്പോൾ വായിച്ച ഈ വാക്യങ്ങൾ മുഴുവനും ഇപ്പോൾ നമ്മൾ 2-ാം അധ്യായത്തിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന സത്യത്തെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പിതാവിനുള്ളത് മുഴുവനും പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനുള്ളതെല്ലാം പിതാവ് പുത്രന് നൽകിയതാണ്. അത് മുഴുവനും പുത്രൻ പിതാവിന് നൽകുന്നു, പിതാവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. താൻ തന്നെയും തന്നെ തന്നെയും പിതാവിന് ഏൽപ്പിക്കുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. സ്തോത്രം. ഇവിടെ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിലും പുത്രത്വത്തിലും ചെയ്യുന്ന കാര്യമാണ്. ക്രൈസ്റ്റ് ഈസ് ഡിക്ലെയറിംഗ്, or Christ is ascribing these things in his humanity and in his sonship. As Christ is God, he is equal in everything with the Father and the Holy Spirit. But as a human and in sonship, he is ascribing everything, including himself, to the Father. യേശു ദൈവമാണ്. തൻ്റെ ദൈവത്വത്തിൽ
പിതാവിനോടും പരിശുദ്ധ റൂഹായോടും സകലത്തിലും തത്തുല്യനുമാണ്. എന്നാൽ തൻ്റെ പുത്രത്വത്തിലും തൻ്റെ മനുഷ്യത്വത്തിലും ക്രിസ്തു തന്നെ തന്നെയും തനിക്കുള്ളതുമെല്ലാം പിതാവിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്നു. സ്തോത്രം. നാമും നിത്യതയിൽ എത്തുമ്പോൾ ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വെച്ച് തന്നെ നമുക്ക് വേണം. ഇനി നിത്യതയിൽ എത്തിക്കഴിഞ്ഞു നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം പഠിച്ച സമയത്ത് മനസ്സിലാക്കിയ കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കാര്യം വീണ്ടും പറഞ്ഞിട്ടും പഠിച്ചിട്ടുമുണ്ട്. ഓർമ്മ കാണുമല്ലോ. 24 മൂപ്പന്മാർ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നു. അവരുടെ നടുവിൽ പിതാവായ ദൈവം തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. 4 ജീവികൾ, സ്വർഗീയ ജീവികളാണവ. ജീവികൾ എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും സാറാഫുകൾ അല്ലെ കെരൂബുകളുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അവ സിംഹാസനസ്ഥനായ പിതാവായ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന ചിത്രം നമുക്ക് വെളിപ്പാട് 4-ാം അധ്യായത്തിൽ കാണാം. എന്നിട്ട് നമ്മൾ അവിടെ അതിൻ്റെ 8 തൊട്ടുള്ള വാക്യങ്ങൾ കാണുന്നത്, ഈ 4 ജീവികൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോഴൊക്കെയും 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന പൊൻകിരീടധാരികളായ മൂപ്പന്മാർ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിന്റെ മുമ്പിൽ വീണു ആ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. ആ കർത്താവെ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. പ്രൈസ് ഗോഡ്. വീഴുന്നു പ്രിയനെ വാഴ്ത്തിയിടുവാൻ സിംഹാസനവാസികളും താൻ. ആയവൻ അരുളിയ രക്ഷയിൻ മഹിമയ്ക്കായി കിരീടങ്ങൾ താഴെയിട്ടു. നമ്മൾ പാടാറുണ്ട്. കണ്ടോ, അവർ തങ്ങളെ തന്നെയും തങ്ങൾക്ക് പ്രതിഫലമായി ലഭിച്ച കിരീടങ്ങളെയും സിംഹാസനങ്ങളെയും ഒക്കെ ദൈവത്തിന്റെ മുമ്പാകെ അർപ്പിക്കുകയാണ്. സ്തോത്രം, അർപ്പിക്കുകയാണ്. ഇതേ ചിത്രം നമുക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലും കാണാം. അതും നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ 26, 27, 28 വാക്യങ്ങൾ, 1 Corinthians 15, 26, 27, 28. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും, സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴുകിയത്രേ എന്ന് സ്പഷ്ടം. മ്യൂട്ടായി. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. കണ്ടോ, ആ കീഴ്പ്പടിയിലിന്റെ ഒരു പ്രാവചനീക രൂപമാണ് യെശയ്യാ 8:18 നിന്ന് എബ്രായർ 2:13 എടുത്തുദ്ധരിച്ചിരിക്കുന്നത്. കൂടുതൽ വ്യാഖ്യാനം കൂടാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. വിശദീകരിക്കേണ്ടതുണ്ടോ? നേരത്തെ പലപ്പോഴും നമ്മൾ ഈ ഭാഗങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് കൂടുതൽ ഞാൻ പറയാഞ്ഞത്, ആവർത്തന വിരസത ഒഴിവാക്കാൻ. എന്നാലും
ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ശങ്കിക്കാതെ ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഒന്നുമില്ലല്ലോ. മൗനത്തിൽ നിന്ന് ഒന്നും ഇല്ല എന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. അപ്പോൾ പിതാവ് നൽകിയതാണ് സകലവും എന്ന തിരിച്ചറിവോടെ യേശുക്രിസ്തു തൻ്റെ പുത്രത്വത്തിലും മനുഷ്യത്വത്തിലും തന്നെ തന്നെയും തനിക്ക് നൽകപ്പെട്ട സകലത്തെയും പിതാവിന് കീഴ്പ്പെടുത്തി കൊടുക്കുന്ന ഒരു മഹനീയമായ ചിത്രമാണ്. യേശുവിൻ്റെ പുത്രത്വം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, അത് നിത്യപുത്രത്വമാണ്. സ്തോത്രം. ഇറ്റേണൽ സൺഷിപ്പാണ് യേശുവിൻ്റെത്. അതാണ് ബിഗോട്ടൻഷിപ്പ്, ബിഗോട്ടൻ സൺഷിപ്പ്. എങ്കിലും പുത്രൻ എന്ന മാനുഷിക ഭാഷയിൽ പറയുമ്പോൾ പിതാവ് പുത്രൻ എന്ന ഒരു ഹൈറാർക്കി, ഒരു ചിത്രം അവിടെയുണ്ട്. പിതാവ് എപ്പോഴും വലിയവൻ. ആ നിലയിലാണ് എപ്പോഴും പിതാവിന് മഹത്വം കൊടുത്തുകൊണ്ട് പുത്രൻ സംസാരിച്ചിട്ടുള്ളത്. സ്തോത്രം. മനുഷ്യരോടാണ് കർത്താവ് ഇടപെടുന്നതെന്ന ബോധ്യത്തോടെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കർത്താവ് ആ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ ചിത്രമാണിവിടെ. നാമും നിത്യതയിലെത്തിയാൽ ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നതെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും നമ്മൾ കണ്ടു. അതാണ് 13-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 13-ാം വാക്യം വരെ മറ്റെന്തെങ്കിലും വിശദീകരണം ആവശ്യമുള്ള ഭാഗങ്ങളുണ്ടോ? ഇല്ല എന്ന് കരുതട്ടെ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആളത്വ സംബന്ധമായ ഉപദേശമാണ് നാം ഈ ഭാഗങ്ങളിൽ കാണുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതുപോലെ ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ഉപദേശം നമുക്ക് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ പഠനം നമുക്ക് ആവശ്യമാണ്. അത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അതിന് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു കൊട്ടേഷൻ ആയിരുന്നല്ലോ ഇന്ന് രാവിലെ നമ്മുടെ റീനമ്മ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടത്. സ്തോത്രം. JC റൈൽ അദ്ദേഹം പറഞ്ഞത്. സ്തോത്രം. The true Christian delights to hear something about his master. യഥാർത്ഥ ക്രിസ്ത്യാനി തൻ്റെ കർത്താവിനെ കുറിച്ച് അഥവാ യജമാനനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നവരാണ്. അതിൽ അവർ സന്തോഷിക്കുന്നവരാണ്. He likes those sermons best which are full of Christ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കാൻ, ക്രിസ്തുമയമായ പ്രസംഗങ്ങൾ കേൾക്കാൻ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ഒത്തിരി ആഗ്രഹിക്കും. സ്തോത്രം. He enjoys that society most in which people talk of the things which are Christ. യേശുക്രിസ്തുവിൻ്റെതായ കാര്യങ്ങൾ പറയുന്ന ഒരു കൂട്ടത്തിൽ ഉൾപ്പെടാൻ, ഒരു സമൂഹത്തിൻ്റെ ഭാഗമാകാൻ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. സ്തോത്രം.
എന്നിട്ട് JC റൈൽ അദ്ദേഹം വായിച്ച ഒരു കാര്യം അതാണ് വളരെ പ്രസക്തമായിട്ടുള്ളത്. വെയിൽസിലുള്ള ഒരു അമ്മച്ചിയുടെ കാര്യം, ഇംഗ്ലീഷ് ഭാഷ അറിയാത്ത ഒരു അമ്മച്ചിയുടെ കാര്യം. I have read of an old Welsh believer who used to walk several miles every Sunday to hear an English clergyman preach, though she did not understand a word of English. ഇംഗ്ലീഷിലെ ഒരു വാക്ക് പോലും അറിയാൻ വയ്യാത്ത ഈ അമ്മച്ചി എല്ലാ ഞായറാഴ്ചയും മൈലുകളോളം ഒരു ഇംഗ്ലീഷ് പാസ്റ്റർ പ്രസംഗിക്കുന്നത് കേൾക്കാൻ പോകുമായിരുന്നു. ഒറ്റ വാക്കറിയത്തില്ല അമ്മച്ചിക്ക് ഇംഗ്ലീഷിലേത്, പക്ഷെ ഇംഗ്ലീഷ് പ്രസംഗം കേൾക്കാൻ, ഇംഗ്ലീഷ് സായിപ്പ് പ്രസംഗിക്കുന്നത് കേൾക്കാൻ പോകുമായിരുന്നു. She was asked why she did so. എന്തുകൊണ്ടായി ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത അമ്മച്ചി ഇങ്ങനെ ഇംഗ്ലീഷ് പ്രസംഗം കേൾക്കാൻ ഇത്രയും ബന്ധപ്പെട്ടു പോകുന്നതെന്ന് അവരോട് ചോദിച്ചപ്പോൾ കുറഞ്ഞ മറുപടി, this clergyman named the name of Christ so often in his sermons that it did her good. She loved even the name of her Savior. അവര് പറഞ്ഞത്, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, പ്രസംഗിക്കുന്നത് എന്താണെന്നും എനിക്കറിയാൻ വയ്യ, പക്ഷേ ആ ഇംഗ്ലീഷ് പ്രസംഗകൻ പ്രസംഗത്തിൽ ഒത്തിരി പ്രാവശ്യം ക്രൈസ്റ്റ് 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 എന്ന് പറയും, ക്രിസ്തു 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 എന്ന് പറയാറുണ്ട്. എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ആ പേര് കേൾക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. What a wonderful name the name of Jesus Christ is. യേശു ക്രിസ്തുവിന്റെ നാമം നമ്മൾ മലയാളത്തിൽ പാടാറുണ്ടല്ലോ, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. സ്തോത്രം. യേശു എന്ന പേര് തന്നെ നമ്മുടെ ജീവിതത്തെ ഇളക്കി മറിക്കുന്നതായിരിക്കണം. The very name of Jesus should stir up our hearts, our thoughts, our emotions. വേറെ ഒന്നും നമുക്ക് കേൾക്കണ്ട. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞതുപോലെ, നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നു, ദൈവം നമുക്ക് എന്ത് തരാൻ പോകുന്നു, എന്ത് ചെയ്യാൻ പോകുന്നു, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് കേൾക്കണമെന്നില്ല. സ്തോത്രം. നമ്മുടെ പാസ്പോർട്ട് മാറാൻ പോകുന്ന കാര്യമോ, നീ ഏതെങ്കിലും സമ്പന്ന രാഷ്ട്രങ്ങളിൽ പോയിട്ട് നമ്മൾ അവിടെ മരിച്ചടക്കപ്പെടുന്ന കാര്യമോ, ഇതൊന്നും അല്ല നമ്മെ സന്തോഷിപ്പിക്കേണ്ടത്. ക്രിസ്തു, ആ യേശു ക്രിസ്തുവിന്റെ ആളത്വ പഠനം, കർത്താവിനെ പറ്റി നമ്മൾ കേൾക്കുന്നത് ഒക്കെ നമ്മെ അധികം പുളകിതരാക്കണം, ആനന്ദിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. സ്തോത്രം. അതാണ് ഈ ഭാഗങ്ങളിൽ അപ്പോസ്തലൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞത്, പുതിയ നിയമം ക്രിസ്തുമയമാണെന്ന്. സ്തോത്രം. The New Testament is full of Christ. പഴയ നിയമം അതൊക്കെ തന്നെ കേട്ടോ, പക്ഷെ അത്രയും തെളിവോടെ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പുതിയ നിയമത്തിൽ മറ നീക്കി ക്രിസ്തുവിനെയാണ് അവതരിപ്പിക്കുന്നത്. സ്തോത്രം. ഇപ്പോൾ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. മറ്റ് ചോദ്യങ്ങൾ ഒന്നും 13-ാം വാക്യം വരെ ഇല്ലെങ്കിൽ നമുക്ക് 14-ലേക്ക് പ്രവേശിക്കാം.
ചോദ്യമൊന്നും ഇല്ലെന്ന് കരുതട്ടെ. എങ്കിൽ പിന്നെ 14 15 വായിച്ചാട്ടെ. വേഴ്സസ് 14 and 15, Hebrews chapter 2. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. സ്തോത്രം. ഈ 2 വാക്യങ്ങളിൽ ഇതുവരെ നമ്മൾ ചിന്തിച്ചു വന്നതിൻ്റെ വിശദീകരണങ്ങളും തുടർച്ചകളുമാണുള്ളത്. ഇവിടെയും നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൻ്റെ നല്ല ഒരു ചിത്രമുണ്ട്. 9-ാം വാക്യത്തിൽ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ന്നവനായി എന്ന് പറഞ്ഞത് ഈ വാക്യത്തിൽ 14ലേക്ക് വന്നപ്പോൾ വ്യക്തമായി മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. ഇവിടെ മക്കൾ എന്ന് പറഞ്ഞത് 13-ാം വാക്യത്തിലെ മക്കളെ എടുത്തോണം. പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ ആരുടെ മക്കളാ? ദൈവം 13-ാം വാക്യത്തിൽ ആരാ നമ്മുടെ പിതാവ്? ജീസസ്. 13-ാം വാക്യത്തിൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ മക്കളാ. നമ്മൾ ദൈവമക്കളാണ് ഓൾറെഡി. ആ ദൈവത്തിന്റെ മക്കളായ നമ്മെ ആർക്ക് മക്കളായി കൊടുത്തുവെന്ന് നമ്മൾ വായിച്ചത്? യേശുക്രിസ്തുവിന്. അതുകൊണ്ട് 13-ാം വാക്യത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ മക്കളാണ്. അതാണ് 14-ാം വാക്യത്തിൽ എടുത്തെഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ 14-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാ? Therefore. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാനമായി നമ്മൾ ക്രിസ്തുവിന് മക്കളായി തീർന്നതുകൊണ്ട് നാം അവിടെ കാണുന്നു, അവനും നമ്മളെപ്പോലെ മക്കളെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി. സിൻസ് therefore. അതുകൊണ്ട്. അപ്പോൾ 14-ാം വാക്യത്തിലെ മക്കൾ, 13-ാം വാക്യത്തിലെ ദൈവമക്കൾ, അവിടെ എല്ലാം മക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെക്കുറിച്ചാണ്. പുത്രന്മാരെന്ന് 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉൾപ്പെടെ മക്കൾ നമ്മെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. മൂലഭാഷയിലെ 3 വ്യത്യസ്ത പദങ്ങൾ മക്കൾ എന്നുള്ളതിന് നമ്മൾ പഠിച്ചല്ലോ. സ്തോത്രം. മക്കൾ ജഡരക്തങ്ങളിൽ കൂടിയരായതുകൊണ്ട് അവനും എന്ന് പറഞ്ഞിരിക്കുന്നത് പിതാവിനെ കുറിച്ചാണോ അതോ ക്രിസ്തുവിനെ കുറിച്ചാണോ? ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. കാരണം മക്കളെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ പെട്ടെന്നുള്ള വായനയിൽ പിതാവിനെ കുറിച്ചാണെന്ന് പറയാൻ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോകും. ഈ വണ്ണസ്കാര് പണ്ട് യഹോവയായിരുന്നു. യേശുക്രിസ്തു ജഡമെടുത്തപ്പോൾ യഹോവ യേശുവായിട്ട് മാറി. ഇപ്പം പരിശുദ്ധാത്മാവായിട്ട് മാറി. എല്ലാം ഒറ്റ ഒരാളാണ്. 3 വ്യക്തികൾ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സമയം 3 പേരില്ല.
ഒറ്റ ഒരാളെ ഉള്ളൂ. പഴയ നിയമത്തിൽ യഹോവയും പിന്നെ ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഇങ്ങനെ എന്ന് പറയുന്ന വണ്ണസ്സുകാർ. ഒരുപക്ഷെ ഈ വാക്യം തെറ്റായി വ്യാഖ്യാനിച്ചു തരാൻ സാധ്യതയുണ്ട്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ. അപ്പോൾ പിതാവ് ജഡമെടുത്തു വന്നു എന്ന് പഠിപ്പിക്കാൻ ഈ വാക്യാടിസ്ഥാനത്തിൽ സാധ്യതയുണ്ട്. അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചുകൊണ്ട് വന്നാൽ 13-ാം വാക്യത്തിന്റെ വ്യാഖ്യാനം കൊടുത്ത് ആ തെറ്റായ വ്യാഖ്യാനത്തെ ഖണ്ഡിച്ചോണം. മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ ഇല്ലേ? ആവർത്തിക്കണോ? പറയണോ ഇനി? ഓക്കെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട്, സ്തോത്രം. ഓക്കെ. താനും ചിലർ മനസ്സിലാകാഞ്ഞവരുള്ളത് കൊണ്ട് ഞാൻ ആവർത്തിച്ചോട്ടെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി എന്ന് പറയുന്നു. അപ്പോ പിതാവന് നമ്മൾ മക്കളാണ്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ പിതാവ് ദൈവമാണ്. ആ ദൈവമാണ്, ആ പിതാവായ ദൈവമാണ് നമ്മെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നതും തൻ്റെ മരണത്താൽ പിശാചിനെ നീക്കിയതും എന്ന് വണ്ണസ് ഗ്രൂപ്പുകാർ പറയും. വണ്ണസ് ഗ്രൂപ്പ് ഈസ് ആൻ anti-Trinitarian group. Okay? We believe in one Godhead, but eternally existing in three distinct persons. Got it? We are Trinitarians. We are not oneness group, we are Trinitarians. We believe in triunity of our God. We believe in one Godhead, eternally existing in three persons, named the Father, Son, and the Holy Spirit. നമ്മൾ വിശ്വസിക്കുന്നത് ത്രിയേകത്വത്തിലാണ്. ത്രിയേക ദൈവം എന്ന് വെച്ചാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 വ്യക്തികളായി നിത്യമായി നിലനിൽക്കുന്ന ഏക സത്യദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതായത് ഒരേ സമയം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവല്ല പിതാവ്. 3 പേരും 3 വ്യതിരിക്ത വ്യക്തികളാണ്. 3 distinct persons are the Father, the Son, and the Holy Spirit. This is the biblical teaching, and therefore we believe that. But there are other groups. One of them is oneness group. They also believe and they also claim that Father, Son, and the Holy Spirit are one. നമ്മളും അങ്ങനെ വിശ്വസിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. യേശുക്രിസ്തു പറഞ്ഞല്ലോ,
ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ. ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നുവെന്ന് യേശു പറഞ്ഞ ആ വാദം നമ്മൾ അംഗീകരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. ഒന്നാണെന്ന് പറഞ്ഞാൽ all the three persons are God himself. All the three persons are divine in fullness. But they are three distinct, or even we can say different persons. പക്ഷേ മൂന്ന് പേരും വ്യത്യസ്തർ അല്ലെങ്കിൽ വ്യതിരിക്തരാണ്. അപ്പോൾ ഈ വണ്ണസുകാര് ഈ 14 വാക്യം 14 15 വാക്യം എടുത്തോണ്ട് പിതാവാണ് ജഡമെടുത്തു വന്നതെന്ന് സ്ഥാപിക്കാൻ സാധ്യതയുണ്ട്. So this is a question: who took the human form in Jesus? Was it the Father or the Son or the Holy Spirit? Who took the human form in Jesus Christ? വണ്ണസുകാരെന്ത് പറയും ഈ വാക്യം എടുത്തോണ്ട്? ഫാദർ, പിതാവ്. കാരണം അങ്ങനെ എഴുതിയിരിക്കുന്നവിടെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി. അപ്പം നമ്മൾ പിതാവായ ദൈവത്തിന്റെ മക്കൾ, ദൈവം നമ്മുടെ പിതാവ്, ആ പിതാവ് ജഡമെടുത്തു എന്ന് ഈ വാക്യം എടുത്തുകൊണ്ട് സ്ഥാപിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ അവരെ ഖണ്ഡിക്കേണ്ടത്, അവരെ ഖണ്ഡിക്കാനല്ല നമ്മുടെ ലക്ഷ്യം, സത്യം അവിടെ പറയുക എന്നുള്ളതാണ്. നമ്മൾ അവരെ ഖണ്ഡിച്ച് യഥാർത്ഥ ഉപദേശം സ്ഥാപിക്കേണ്ടതിന് 13-ാം വാക്യം മാത്രം മതിയാവും. 13-ാമത്തെ വാക്യത്തിൽ മക്കളാരാ? വി, നമ്മള. Who is our father in verse 13? ജീസസ്. യേശുവാണ് 13-ാം വാക്യത്തിൽ നമ്മുടെ പിതാവ്. അതുകൊണ്ട് സിൻസ് therefore, 14-ാം വാക്യം ഇംഗ്ലീഷിൽ വളരെ കൃത്യം. അതുകൊണ്ട്, മലയാളത്തിൽ ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടെന്നുള്ളത്. പക്ഷെ ഇംഗ്ലീഷിൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 14-ാം വാക്യത്തിൽ ജഡമെടുത്തത്, ക്രൂശിൽ മരിച്ചത്, ജഡരക്തങ്ങളോട് കൂടിയവനായി നമ്മെപ്പോലെ വന്നത് ആരല്ല? God the Father. God the Father അല്ല. It was not God the Father who took human form, who came in flesh and blood. It was not God the Father who died on the cross, but it was Jesus, the Son of God. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇപ്പം വ്യക്തമാണോ എല്ലാവർക്കും? സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു നമ്മെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു എന്നുള്ളതാണ് ഈ വാക്യം പറയുന്നത്. അതിൻ്റെ മറ്റ് വിശദ അംശങ്ങളിലേക്ക് നമുക്ക് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ എത്താം. ഇന്ന് തുടങ്ങിയാൽ തീരത്തില്ലല്ലോ. നമുക്ക് നൽകപ്പെട്ട ഈ ഭാഗ്യകരമായ അനുഭവത്തിനായി, വിടുതലിനായി, സ്വാതന്ത്ര്യത്തിനായി ഒക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവിനോട് കൂടെയുള്ള തേജസ്സിലെ വാഴ്ചയ്ക്ക് വേണ്ടി പ്രത്യാശിച്ച് നമ്മുടെ സമയം മുൻപോട്ട് നീക്കാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ.